ഹലോ, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫാത്തിമ റിനി. ഈ ഫ്രീഡം എന്ന് പറയുന്നത് വെറും ജയിലുകളിൽ നിന്ന് പുറത്താവുന്നതോ വിലങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതോ മാത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊന്ന് സൈക്കോളജിക്കലി ഫ്രീഡം എന്താണ്, ഓട്ടോണമി എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാൻ പറ്റണം, നമുക്കിഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റണം, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, നമുക്കിഷ്ടമുള്ള രീതിയിൽ പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, നമുക്കിഷ്ടമുള്ള രീതിയിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റണം, നമുക്ക് വേണ്ട സെൽഫ് കെയർ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റണം, ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഇതൊക്കെ പറ്റുന്നതാണ് ഒരു ഓട്ടോണമി, ഫ്രീഡം എന്ന് പറയുന്നത് സൈക്കോളജിക്കലി. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണോ? പലപ്പോഴും പലർക്കും അത് ചെയ്യാൻ പറ്റാറില്ല. അതിന് കുറേ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഉണ്ട്. ഈ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഒക്കെ ഒരുപാട് ഇമോഷൻസും തോട്ട്സും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഈ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്. എന്തിൻ്റെ മേലെയാണ് ഈ ഇമോഷൻസും തോട്ട്സും ഒക്കെ വരുന്നത്? ഇമോഷൻസും തോട്ട്സും മാത്രമല്ല, പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള ശീലങ്ങൾ, ബാക്കിയുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ്, ബാക്കിയുള്ളവർ നമ്മളെങ്ങനെ കാണുന്നു, മറ്റുള്ളവരെങ്ങനെ നമ്മളെ വിലയിരുത്തും, നമ്മളെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, ഞാൻ റിജക്റ്റഡ് ആയി പോവോ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന്, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ റിജക്റ്റഡ് ആയി പോവോ, ഇങ്ങനത്തെ കുറേ ആങ്സൈറ്റീസും വറീസും തോട്ട്സും ഒക്കെ കാരണം നമുക്ക് പലപ്പോഴും നമുക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഓർ നമ്മൾ തന്നെ പല കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും, ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരുടെ ഹാപ്പി ആക്കി വെക്കാൻ, പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വി വിഡ്രോ ourselves ഫ്രം മെനി അതർ തിങ്സ്. ഇതാണോ ശരിക്ക് ഒരു ഓട്ടോണമി ഓർ സൈക്കോളജിക്കൽ ഫ്രീഡം എന്ന് പറയുന്നത്? അല്ല. ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ സന്തോഷവന്മാരാവണുണ്ടോ? ഇല്ല. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് വി സെറ്റ് സം സെറ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻസ് ടുവേർഡ്സ് അതേഴ്സ്. നമ്മൾ ചില പ്രതീക്ഷകൾ വെക്കും. ഞാനിതൊക്കെ ചെയ്തല്ലോ അവർക്ക് വേണ്ടിയിട്ട്, ഞാനിതൊക്കെ കോംപ്രമൈസ് ചെയ്തല്ലോ അവർക്ക് വേണ്ടിയിട്ട്, സോ അവരെനിക്കിത് ചെയ്തു തരണമല്ലോ, അവരെനിക്കിത് ചെയ്തു തരേണ്ടതല്ലേ, അവരെന്നെ മനസ്സിലാക്കേണ്ടതല്ലേ, അവരെന്നെ പരിഗണിക്കേണ്ടതല്ലേ, അവരെൻ്റെ ബിസിനസ്സിൽ കൂടേണ്ടതല്ലേ, അവരെന്നെ വർക്കിൽ സഹായിക്കേണ്ടതല്ലേ. ഇങ്ങനത്തെ കുറച്ച് എക്സ്പെക്റ്റേഷൻസൊക്കെ നമ്മളന്ന് വെക്കാൻ തുടങ്ങും. അപ്പോൾ എന്തായി? അപ്പോൾ അവരുടെ ഫ്രീഡവും തടങ്കലിലായി. ഇങ്ങനെയുള്ള സമയത്ത് both the parties are not happy, both the parties are not getting their freedom. അപ്പോൾ ഇതിനെന്താ ഒരു സൊല്യൂഷൻ? ടു കീപ് ourselves in the forefront. ബാക്കിയുള്ളവരെക്കാളും നമ്മളെ പരിഗണിക്കുക, നമ്മളെ ഇഷ്ടങ്ങളെ പരിഗണിക്കുക. നമുക്ക് വേണ്ടിയാവണം ബാക്കിയുള്ളവർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെപ്പോഴും പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത്, അത് എനിക്ക് ഹാപ്പി ആവാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാവണം. അങ്ങനെ ആവുമ്പോൾ ഞാനൊരു എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ അത് ചെയ്യുകയും ചെയ്യും. ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാവുന്ന സമയത്ത് ഐ ഹാവ് ദ ഫുൾ ഫ്രീഡം ടു ഡു ദാറ്റ്. So let's try to break the chains of expectations, the thoughts, chains of emotions, and be free. Thank you. Happy Independence Day.